ഹലോ എവ്രിവൺ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വളരെ എക്സൈറ്റിംഗ് ആയ ഒരു കാര്യമാണ്. ടെക്നോപാർക്കിലെ പ്രമുഖ കമ്പനിയായ ഡിവൈസ് ഡ്രിവനിൽ വന്നിരിക്കുന്ന എക്സ്ക്ലൂസീവായ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ടെക്നിക്കൽ ആർക്കിടെക്ട് അല്ലെങ്കിൽ പ്രോജക്ട് ലീഡ് ജാവ J2E എന്നൊരു ഹൈ ലെവൽ റോളാണിത്. നിങ്ങളുടെ കരിയർ ഗ്രാഫ് ശരിക്കുമൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഇതിലും മികച്ചൊരു അവസരം വേറെയുണ്ടോ എന്ന് സംശയമാണ്. ഈ ഒരു റോളിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നറിയാമോ? നമ്മുടെ സ്വന്തം ടെക്നോപാർക്കിൽ. ടെക്നോപാർക്കിന്റെ ഒഫീഷ്യൽ ടാഗ്ലൈൻ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മനുഷ്യന്റെ ഇച്ഛാശക്തിയാൽ നയിക്കപ്പെടുന്നതും അനുകൂലമായ ചുറ്റുപാടുകളാൽ പരിപോഷിപ്പിക്കപ്പെടുന്നതുമായ അതിശയകരമായ ഒരു ഇന്നൊവേഷൻ ഹോട്ട്സ്പോട്ട്. അതെ, നിങ്ങളുടെ സ്കിൽസ് ഏറ്റവും മികച്ച രീതിയിൽ വളർത്താൻ പറ്റിയ തികച്ചും ഇന്നൊവേറ്റീവായ ഒരു ഹൈ എൻഡ് ലൊക്കേഷനിലാണ് ഈ വർക്ക് സ്പേസ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ശരി, നമുക്ക് നേരെ ഈ റോഡ് മാപ്പിലേക്ക് കടക്കാം. ഡിവൈസ് ഡ്രിവനിലെ അവസരം, ഇതിലെ ഡ്യുവൽ റോൾ, വേണ്ട ടെക് സ്റ്റാക്ക്, AI എഞ്ചിനീയറിംഗ്, സോഫ്റ്റ് സ്കിൽസ്, പിന്നെ ഒടുവിൽ എങ്ങനെ അപേക്ഷിക്കാം എന്നിവയിലൂടെ നമുക്കൊന്ന് വേഗത്തിൽ കണ്ണോടിക്കാം. ഒന്നാമത്തെ കാര്യം, ഡിവൈസ് ഡ്രിവനിലെ അവസരം. യുഎസിലെ മുൻനിര ഫിൻടെക് കമ്പനിയുമായി ചേർന്ന് ഫിൻടെക്കിന്റെ ഭാവി രൂപപ്പെടുത്തുക എന്നതാണ് ഇവിടുത്തെ മെയിൻ ഫോക്കസ്. ഇതൊരു സാധാരണ പ്രോജക്റ്റ് ആണെന്ന് കരുതിയാൽ തെറ്റുകേട്ടോ. വളരെ വലിയൊരു US ഫിൻടെക് പ്ലാറ്റ്ഫോമാണിത്. ഹൈ അവൈലബിലിറ്റി, സീറോ ഡൗൺ ടൈം ഡിപ്ലോയ്മെന്റുകൾ, പിന്നെ ദിവസവും കൈകാര്യം ചെയ്യേണ്ടത് ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷനുകളും. ശരിക്കും ഇതൊരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെയാണ്. വെറുമൊരു സിസ്റ്റം റിക്വയർമെന്റ് എന്നതിലുപരി നിങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച ടെക്നിക്കൽ വെല്ലുവിളികളും ലേണിംഗുമായാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇതിലെ ഡ്യുവൽ റോൾ, അതായത് സ്ട്രാറ്റജിയും ഇംപ്ലിമെന്റേഷനും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഈ ഒരു റോളിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ ഇതിന്റെ ഡ്യുവൽ സ്വഭാവമാണ്. ഈ ഇമേജിന്റെ ഇടതുവശത്ത് നോക്കൂ. ടെക്നിക്കൽ ലീഡർഷിപ്പ്. 10 മുതൽ 15 വരെ എഞ്ചിനീയർമാരെ മാനേജ് ചെയ്യുക, US ക്ലയന്റുകളുമായി നേരിട്ട് സംസാരിക്കുക, ടീമിനു വേണ്ട മെന്ററിംഗ് നൽകുക, ഇതെല്ലാം ഇതിൽ വരും. എന്നാൽ അതോടൊപ്പം വലതുവശത്ത് നോക്കിയാൽ ഹാൻഡ്സ് ഓൺ ഡെവലപ്മെന്റ് കൂടിയുണ്ട്. അതായത് നിങ്ങൾ കോഡ് എഴുതണം, ഡീബഗ് ചെയ്യണം, പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ അതോറിറ്റി ആയിരിക്കുമ്പോഴും നിങ്ങൾ കോഡിങ്ങിൽ എപ്പോഴും ആക്റ്റീവായിരിക്കണം. മൂന്നാമത്തെ സെക്ഷനിലേക്ക് വരാം. ആവശ്യമായ ടെക് സ്റ്റാക്കും ഇതിനുവേണ്ട എക്സ്പീരിയൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 12+ എന്ന വലിയ നമ്പർ എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കരിയറിലെ ടോട്ടൽ എക്സ്പീരിയൻസാണിത്. അതെ, ഈ സീനിയർ റോളിന് ചുരുങ്ങിയത് 12 വർഷത്തെ പ്രവൃത്തി പരിചയം അവർ കർശനമായി ആവശ്യപ്പെടുന്നുണ്ട്. ഈ 12 വർഷത്തെ എക്സ്പീരിയൻസിനൊപ്പം തന്നെ നിങ്ങളുടെ കരിയറിൽ കുറഞ്ഞത് 4 വർഷമെങ്കിലും ഒരു ടെക്നിക്കൽ ലീഡ് അല്ലെങ്കിൽ ആർക്കിടെക്ട്, അതുമല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മാനേജർ റോളിൽ വർക്ക് ചെയ്തിരിക്കണം. ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണിത്. ഇനി ഈ ടെക് സ്റ്റാക്ക് മെട്രിക്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ബാക്ക് എൻഡ്, ഫ്രണ്ട് എൻഡ്, ക്ലൗഡ് എന്നിങ്ങനെ കൃത്യമായ റിക്വയർമെന്റ്സ് ഉണ്ട്. ജാവ 11+, സ്പ്രിംഗ് ബൂട്ട് മുതൽ ഫ്രണ്ട് എൻഡിൽ ആംഗുലാർ, ടൈപ്പ്സ്ക്രിപ്റ്റ്, ഒപ്പം ക്ലൗഡിൽ GCP, AWS, കുബർനെറ്റിസ് വരെയുള്ള മോഡേൺ ടെക്നോളജികളും പഴയ ലെഗസി സിസ്റ്റം ഇൻറ്റിഗ്രേഷനുകളും എല്ലാം നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയണം. നാലാമത്തെ പോയിന്റാണ് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ, AI ഡ്രിവൺ എഞ്ചിനീയറിംഗ്. പുതിയ കാലഘട്ടത്തിന്റെ AI വിപ്ലവത്തിന് നിങ്ങൾ നേതൃത്വം നൽകുക എന്നതാണ് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ AI ഡ്രിവൺ എഞ്ചിനീയറിംഗ് എക്സലൻസ് എന്നുവെച്ചാൽ? ക്ലോഡ്, കോപൈലറ്റ്, കേഴ്സർ തുടങ്ങിയ അഡ്വാൻസ്ഡ് AI ടൂളുകൾ ഡെയിലി ഉപയോഗിച്ച് നമ്മുടെ ഡെവലപ്മെന്റ് കൂടുതൽ ഫാസ്റ്റാക്കുക, ക്വാളിറ്റി കൂട്ടുക, അതോടൊപ്പം ടീമിന്റെ അമിതഭാരം കുറയ്ക്കുക എന്നതാണ്. ഇതിനർത്ഥം ഈ റോളിന് അപേക്ഷിക്കുന്നവർ ഇതിനകം തന്നെ ഇത്തരം AI ടൂളുകളുടെ സ്ഥിരം ഉപയോക്താക്കൾ ആയിരിക്കണം എന്നാണ്. ടീമിൽ AI കൊണ്ടുവരാൻ സ്ട്രാറ്റജിക്കായ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ടീമിൽ AI അഡോപ്ഷൻ പരമാവധി വർദ്ധിപ്പിക്കുക, അവർക്ക് വേണ്ട ഗൈഡൻസ് നൽകുക, സ്വന്തമായി ഒരു AI ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യുക, കൂടാതെ ഈ പ്രോസസ്സുകൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് മെച്ചപ്പെടുത്തുക. ഇനി ഡെയിലി ടാസ്കുകളിൽ എവിടെയൊക്കെയാണ് AI ഉപയോഗിക്കേണ്ടത്? സിസ്റ്റം ഡോക്യുമെന്റേഷൻ മുതൽ പുതിയ ഫീച്ചർ ഇംപ്ലിമെന്റേഷൻ, കോഡ് റിവ്യൂ, ടെസ്റ്റിംഗ് വർക്ക് ഫ്ലോകൾ, എന്തിന് സ്പ്രിന്റ് പ്ലാനിങ്ങിൽ വരെ AI ഫലപ്രദമായി ഉപയോഗിക്കാൻ നിങ്ങൾ ടീമിനെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ വളരെ നിർണായകമായൊരു കാര്യമുണ്ട് കേട്ടോ. AI എന്നത് മനുഷ്യന്റെ എക്സ്പെർട്ടീസിനെ സഹായിക്കാൻ മാത്രമുള്ളതാണ്, അല്ലാതെ അവനെ പൂർണ്ണമായും റീപ്ലേസ് ചെയ്യാനല്ല. എന്റർപ്രൈസ് ലെവൽ സോഫ്റ്റ്വെയറുകൾക്ക് ഹ്യൂമൻ ജഡ്ജ്മെന്റും സെക്യൂരിറ്റി സ്റ്റാൻഡേർഡുകളും നിർബന്ധമാണ്. അതുകൊണ്ട് ഈ ഓട്ടോമേഷനും നമ്മുടെ നേരിട്ടുള്ള മേൽനോട്ടവും തമ്മിലുള്ള ഒരു കൃത്യമായ ബാലൻസ് നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി 5ാമത്തെ സെക്ഷനിലേക്ക് പോവാം. സോഫ്റ്റ് സ്കിൽസും ടീം കൾച്ചറും. കോഡിങ്ങിനും അപ്പുറമുള്ള ചില കാര്യങ്ങളാണിത്. ഈ പറഞ്ഞ സോഫ്റ്റ് സ്കില്ലുകൾ ഇവിടെ മസ്റ്റാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള ഓഫ്ഷോർ ടീമുകളെയും US സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കൂടിയേ തീരൂ.
ടെക്നിക്കൽ അല്ലാത്ത ആളുകൾക്ക് പോലും വളരെ കോംപ്ലക്സ് ആയ കാര്യങ്ങൾ സിമ്പിളായി മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. പിന്നെ പല ടൈം സോണുകളിൽ വർക്ക് ചെയ്യുന്നവരുമായി നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്യാനുള്ള കഴിവും വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ ആറാമത്തെയും അവസാനത്തെ സെക്ഷൻ എങ്ങനെ ഈ റോളിന് അപേക്ഷിക്കാം എന്നതിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ടൈം ലൈൻ നോക്കൂ, ഇതിൽ കുറച്ച് അർജൻസി ഉണ്ട് കേട്ടോ. 2026 മെയ് 11 ഈ ജോലി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആണ്. എന്നാൽ ഓർക്കുക, 2026 ജൂൺ 11 ഇതിന്റെ അവസാന തീയതിയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ അപേക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് നോക്കാം. അപ്ഡേറ്റ് ചെയ്ത റെസ്യൂമെ തീർച്ചയായും വേണം. അതിനൊപ്പം നിങ്ങൾ മുമ്പെടുത്ത പ്രധാന ആർക്കിടെക്ചറൽ തീരുമാനങ്ങളുടെ കൃത്യമായ ഉദാഹരണങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത്. അത് നിങ്ങളുടെ സ്കിൽസ് എത്രത്തോളമുണ്ടെന്ന് അവർക്ക് വളരെ വേഗം മനസ്സിലാക്കാൻ സഹായിക്കും. അപേക്ഷകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം ശ്രദ്ധിക്കുക: jobs@device-driven.com. ഈ കമ്പനിയെക്കുറിച്ചും ഈ റോളിനെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ http://www.device-driven.com എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ ഒടുവിലായി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഫിൻടെക്കിന്റെ ഭാവി രൂപപ്പെടുത്താനും AI ഡ്രിവൺ എഞ്ചിനീയറിംഗിന്റെ ഈ പുതിയ യുഗത്തിലേക്ക് ഒരു വലിയ ടീമിനെ നയിക്കാനും നിങ്ങൾ റെഡിയാണോ? യോഗ്യതയുള്ളവർ ഉറപ്പായും ഈയൊരു അവസരം മിസ് ചെയ്യരുത്. ഈയൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിനർ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീണ്ടും കാണാം. ഹലോ എവ്രിവൺ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വളരെ എക്സൈറ്റിംഗ് ആയ ഒരു കാര്യമാണ്. ടെക്നോപാർക്കിലെ പ്രമുഖ കമ്പനിയായ ഡിവൈസ് ഡ്രിവനിൽ വന്നിരിക്കുന്ന എക്സ്ക്ലൂസീവായ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ടെക്നിക്കൽ ആർക്കിടെക്ട് അല്ലെങ്കിൽ പ്രോജക്ട് ലീഡ് ജാവ J2E എന്നൊരു ഹൈ ലെവൽ റോളാണിത്. നിങ്ങളുടെ കരിയർ ഗ്രാഫ് ശരിക്കുമൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഇതിലും മികച്ചൊരവസരം വേറെയുണ്ടോ എന്ന് സംശയമാണ്. ഈ ഒരു റോളിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നറിയാമോ? നമ്മുടെ സ്വന്തം ടെക്നോപാർക്കിൽ. ടെക്നോപാർക്കിന്റെ ഒഫീഷ്യൽ ടാഗ്ലൈൻ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ: മനുഷ്യന്റെ ഇച്ഛാശക്തിയാൽ നയിക്കപ്പെടുന്നതും അനുകൂലമായ ചുറ്റുപാടുകളാൽ പരിപോഷിപ്പിക്കപ്പെടുന്നതുമായ അതിശയകരമായ ഒരു ഇന്നൊവേഷൻ ഹോട്ട്സ്പോട്ട്. അതെ, നിങ്ങളുടെ സ്കിൽസ് ഏറ്റവും മികച്ച രീതിയിൽ വളർത്താൻ പറ്റിയ തികച്ചും ഇന്നൊവേറ്റീവായ ഒരു ഹൈ എൻഡ് ലൊക്കേഷനിലാണ് ഈ വർക്ക് സ്പേസ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ശരി, നമുക്ക് നേരെ ഈ റോഡ് മാപ്പിലേക്ക് കടക്കാം. ഡിവൈസ് ഡ്രിവനിലെ അവസരം, ഇതിലെ ഡ്യുവൽ റോൾ, വേണ്ട ടെക് സ്റ്റാക്ക്, AI എഞ്ചിനീയറിംഗ്, സോഫ്റ്റ് സ്കിൽസ്, പിന്നെ ഒടുവിൽ എങ്ങനെ അപേക്ഷിക്കാം എന്നിവയിലൂടെ നമുക്കൊന്ന് വേഗത്തിൽ കണ്ണോടിക്കാം. ഒന്നാമത്തെ കാര്യം, ഡിവൈസ് ഡ്രിവണിലെ അവസരം. യുഎസിലെ മുൻനിര ഫിൻടെക് കമ്പനിയുമായി ചേർന്ന് ഫിൻടെക്കിന്റെ ഭാവി രൂപപ്പെടുത്തുക എന്നതാണ് ഇവിടുത്തെ മെയിൻ ഫോക്കസ്. ഇതൊരു സാധാരണ പ്രോജക്റ്റ് ആണെന്ന് കരുതിയാൽ തെറ്റുകേട്ടോ. വളരെ വലിയൊരു US ഫിൻടെക് പ്ലാറ്റ്ഫോമാണിത്. ഹൈ അവൈലബിലിറ്റി, സീറോ ഡൗൺ ടൈം ഡിപ്ലോയ്മെന്റുകൾ, പിന്നെ ദിവസവും കൈകാര്യം ചെയ്യേണ്ടത് ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷനുകളും. ശരിക്കും ഇതൊരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെയാണ്. വെറുമൊരു സിസ്റ്റം റിക്വയർമെന്റ് എന്നതിലുപരി നിങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച ടെക്നിക്കൽ വെല്ലുവിളികളും ലേണിംഗുമായാണ് ഇതിനെ നമ്മൾ കാണേണ്ടത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇതിലെ ഡ്യുവൽ റോൾ, അതായത് സ്ട്രാറ്റജിയും ഇംപ്ലിമെന്റേഷനും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഈ ഒരു റോളിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ ഇതിന്റെ ഡ്യുവൽ സ്വഭാവമാണ്. ഈ ഇമേജിന്റെ ഇടതുവശത്ത് നോക്കൂ, ടെക്നിക്കൽ ലീഡർഷിപ്പ്. 10 മുതൽ 15 വരെ എഞ്ചിനീയർമാരെ മാനേജ് ചെയ്യുക, US ക്ലയന്റുകളുമായി നേരിട്ട് സംസാരിക്കുക, ടീമിനു വേണ്ട മെന്ററിംഗ് നൽകുക, ഇതെല്ലാം ഇതിൽ വരും. എന്നാൽ അതോടൊപ്പം വലതുവശത്ത് നോക്കിയാൽ ഹാൻഡ്സ് ഓൺ ഡെവലപ്മെന്റ് കൂടിയുണ്ട്. അതായത് നിങ്ങൾ കോഡ് എഴുതണം, ഡീബഗ് ചെയ്യണം, പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ടെക്നിക്കൽ അതോറിറ്റി ആയിരിക്കുമ്പോഴും നിങ്ങൾ കോഡിങ്ങിൽ എപ്പോഴും ആക്റ്റീവായിരിക്കണം. മൂന്നാമത്തെ സെക്ഷനിലേക്ക് വരാം. ആവശ്യമായ ടെക് സ്റ്റാക്കും ഇതിനുവേണ്ട എക്സ്പീരിയൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 12+ എന്ന വലിയ നമ്പർ എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നിങ്ങളുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കരിയറിലെ ടോട്ടൽ എക്സ്പീരിയൻസ് ആണിത്. അതെ, ഈ സീനിയർ റോളിന് ചുരുങ്ങിയത് 12 വർഷത്തെ പ്രവൃത്തി പരിചയം അവർ കർശനമായി ആവശ്യപ്പെടുന്നുണ്ട്. ഈ 12 വർഷത്തെ എക്സ്പീരിയൻസിനൊപ്പം തന്നെ നിങ്ങളുടെ കരിയറിൽ കുറഞ്ഞത് 4 വർഷമെങ്കിലും ഒരു ടെക്നിക്കൽ ലീഡ് അല്ലെങ്കിൽ ആർക്കിടെക്ട്, അതുമല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മാനേജർ റോളിൽ വർക്ക് ചെയ്തിരിക്കണം. ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ നിങ്ങൾ റെഡിയാണോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണിത്. ഇനി ഈ ടെക് സ്റ്റാക്ക് മെട്രിക്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ബാക്ക് എൻഡ്, ഫ്രണ്ട് എൻഡ്, ക്ലൗഡ് എന്നിങ്ങനെ കൃത്യമായ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ജാവ 11+, സ്പ്രിംഗ് ബൂട്ട് മുതൽ ഫ്രണ്ട് എൻഡിൽ ആംഗുലാർ, ടൈപ്പ്സ്ക്രിപ്റ്റ്, ഒപ്പം ക്ലൗഡിൽ GCP, AWS, കുബർനെറ്റിസ് വരെയുള്ള മോഡേൺ ടെക്നോളജികളും പഴയ ലെഗസി സിസ്റ്റം ഇൻറ്റിഗ്രേഷനുകളും എല്ലാം നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയണം. നാലാമത്തെ പോയിന്റാണ് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ: AI ഡ്രിവൺ എഞ്ചിനീയറിംഗ്. പുതിയ കാലഘട്ടത്തിന്റെ AI വിപ്ലവത്തിന് നിങ്ങൾ നേതൃത്വം നൽകുക എന്നതാണ് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്.
എന്താണ് ഈ AI ഡ്രിവൻ എഞ്ചിനീയറിംഗ് എക്സലൻസ് എന്നുവെച്ചാൽ? ക്ലോഡ്, കോപൈലറ്റ്, കേഴ്സർ തുടങ്ങിയ അഡ്വാൻസ്ഡ് AI ടൂളുകൾ ഡെയിലി ഉപയോഗിച്ച് നമ്മുടെ ഡെവലപ്മെന്റ് കൂടുതൽ ഫാസ്റ്റാക്കുക, ക്വാളിറ്റി കൂട്ടുക, അതോടൊപ്പം ടീമിന്റെ അമിതഭാരം കുറയ്ക്കുക എന്നതാണ്. ഇതിനർത്ഥം ഈ റോളിന് അപേക്ഷിക്കുന്നവർ ഇതിനകം തന്നെ ഇത്തരം AI ടൂളുകളുടെ സ്ഥിരം ഉപയോക്താക്കൾ ആയിരിക്കണം എന്നാണ്. ടീമിൽ AI കൊണ്ടുവരാൻ സ്ട്രാറ്റജിക്കായ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ടീമിൽ AI അഡോപ്ഷൻ പരമാവധി വർദ്ധിപ്പിക്കുക, അവർക്ക് വേണ്ട ഗൈഡൻസ് നൽകുക, സ്വന്തമായി ഒരു AI ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യുക, കൂടാതെ ഈ പ്രോസസ്സുകൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് മെച്ചപ്പെടുത്തുക. ഇനി ഡെയിലി ടാസ്കുകളിൽ എവിടെയൊക്കെയാണ് AI ഉപയോഗിക്കേണ്ടത്? സിസ്റ്റം ഡോക്യുമെന്റേഷൻ മുതൽ പുതിയ ഫീച്ചർ ഇംപ്ലിമെന്റേഷൻ, കോഡ് റിവ്യൂ, ടെസ്റ്റിംഗ് വർക്ക് ഫ്ലോകൾ, എന്തിന് സ്പ്രിന്റ് പ്ലാനിങ്ങിൽ വരെ AI ഫലപ്രദമായി ഉപയോഗിക്കാൻ നിങ്ങൾ ടീമിനെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ വളരെ നിർണായകമായൊരു കാര്യമുണ്ട് കേട്ടോ. AI എന്നത് മനുഷ്യന്റെ എക്സ്പെർട്ടീസിനെ സഹായിക്കാൻ മാത്രമുള്ളതാണ്, അല്ലാതെ അവനെ പൂർണ്ണമായും റീപ്ലേസ് ചെയ്യാനല്ല. എന്റർപ്രൈസ് ലെവൽ സോഫ്റ്റ്വെയറുകൾക്ക് ഹ്യൂമൻ ജഡ്ജ്മെന്റും സെക്യൂരിറ്റി സ്റ്റാൻഡേർഡുകളും നിർബന്ധമാണ്. അതുകൊണ്ട് ഈ ഓട്ടോമേഷനും നമ്മുടെ നേരിട്ടുള്ള മേൽനോട്ടവും തമ്മിലുള്ള ഒരു കൃത്യമായ ബാലൻസ് നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി 5ാമത്തെ സെക്ഷനിലേക്ക് പോവാം. സോഫ്റ്റ് സ്കിൽസും ടീം കൾച്ചറും. കോഡിങ്ങിനും അപ്പുറമുള്ള ചില കാര്യങ്ങളാണിത്. ഈ പറഞ്ഞ സോഫ്റ്റ് സ്കില്ലുകൾ ഇവിടെ മസ്റ്റാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള ഓഫ്ഷോർ ടീമുകളെയും US സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കൂടിയേ തീരൂ. ടെക്നിക്കൽ അല്ലാത്ത ആളുകൾക്ക് പോലും വളരെ കോംപ്ലക്സ് ആയ കാര്യങ്ങൾ സിമ്പിളായി മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. പിന്നെ പല ടൈം സോണുകളിൽ വർക്ക് ചെയ്യുന്നവരുമായി നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്യാനുള്ള കഴിവും വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ 6ാമത്തെയും അവസാനത്തെ സെക്ഷൻ എങ്ങനെ ഈ റോളിന് അപേക്ഷിക്കാം എന്നതിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ ടൈം ലൈൻ നോക്കൂ, ഇതിൽ കുറച്ച് അർജൻസി ഉണ്ട് കേട്ടോ. 2026 മെയ് 11-നാണ് ഈ ജോലി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആണ്. എന്നാൽ ഓർക്കുക, 2026 ജൂൺ 11 ഇതിന്റെ അവസാന തീയതിയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ അപേക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് നോക്കാം. അപ്ഡേറ്റ് ചെയ്ത റെസ്യൂമെ തീർച്ചയായും വേണം. അതിനൊപ്പം നിങ്ങൾ മുമ്പെടുത്ത പ്രധാന ആർക്കിടെക്ചറൽ തീരുമാനങ്ങളുടെ കൃത്യമായ ഉദാഹരണങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ മറക്കരുത്. അത് നിങ്ങളുടെ സ്കിൽസ് എത്രത്തോളമുണ്ടെന്ന് അവർക്ക് വളരെ വേഗം മനസ്സിലാക്കാൻ സഹായിക്കും. അപേക്ഷകൾ അയക്കേണ്ട ഇമെയിൽ വിലാസം ശ്രദ്ധിക്കുക. jobs@device-driven.com. ഈ കമ്പനിയെക്കുറിച്ചും ഈ റോളിനെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ http://www.device-driven.com എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ ഒടുവിലായി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഫിൻടെക്കിന്റെ ഭാവി രൂപപ്പെടുത്താനും AI ഡ്രിവൻ എഞ്ചിനീയറിംഗിന്റെ ഈ പുതിയ യുഗത്തിലേക്ക് ഒരു വലിയ ടീമിനെ നയിക്കാനും നിങ്ങൾ റെഡിയാണോ? യോഗ്യതയുള്ളവർ ഉറപ്പായും ഈയൊരു അവസരം മിസ് ചെയ്യരുത്. ഈയൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിനർ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീണ്ടും കാണാം.